ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്നൊരു ലോങ് യാത്ര പോവാണ് കേട്ടോ. മറ്റെങ്ങോട്ടും അല്ല, വയനാട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് ബൈക്കിനാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മക്കളെയൊന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാനും സഫമോളും ഓളെ ഒപ്പിച്ച് മാത്രമാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അരീക്കോട് മുക്കം താമരശ്ശേരി വഴിയാണ് പോകുന്നത്. ഞങ്ങൾ സാധാരണ കോട്ടക്കുന്ന് പോകുമ്പോൾ കൊണ്ടോട്ടി വഴി അങ്ങനെയൊക്കെ പോകും കേട്ടോ. പിന്നെ ബസ്സിന് പോവുകയാണെങ്കിൽ എന്താ പറയുക, ചെങ്കുവെട്ടി, കോട്ടക്കൽ ചെങ്കുവെട്ടിന്ന് അങ്ങനെ കോഴിക്കോട് ബസ്സിന് കയറി അങ്ങനെ പോകും. എന്തൊക്കെ തന്നെയാലും ഞങ്ങളിതാ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. രണ്ട് ഭാഗത്തും കവുങ്ങും അതുപോലെ തോടും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഇതൊരു കുറുക്ക് വഴിയാണ് കേട്ടോ. ഞങ്ങൾ കുറുക്ക് വഴിയാണ് പോകുന്നത്. അത് മാത്രമല്ല, വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. 4:45 സഫമോൾ തന്നെ സ്കൂളെ വിട്ട് എത്തുക. അതിന് ശേഷം ഞങ്ങൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് എത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വയനാട് ജില്ലയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. പിന്നെ രാത്രിയാവും, ചുരത്തിലൂടെയുള്ള യാത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്, നല്ല സൂര്യാസ്തമയത്തിനുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ സഫമോള് പറഞ്ഞു സ്കൂൾ വിട്ടതിൻ്റെ ശേഷമുള്ള ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, നേരിട്ട് ഓളെ കുളിപ്പിച്ച് മാറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ, ഒരു ഗ്രൗണ്ടാണ്, ഒഴിഞ്ഞൊരു ഗ്രൗണ്ട്, ഒരു ഭാഗം ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റൊക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഒരു ചെറിയൊരു തട്ടുകടൻ്റെ മുമ്പിൽ ഇറങ്ങിയിരിക്കണം. ഇതാണ് കേട്ടോ 248 ഈവനിങ് സ്നാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ മുട്ട ബജ്ജി ഉണ്ട്, അതുപോലെ വട ഉണ്ട്, അതുപോലെ എന്തൊക്കെ ചിക്കൻ വെച്ചിട്ടും പഴംപൊരി കൊണ്ടും സമൂസ, മുട്ട ബജ്ജി, കട്ട്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ എപ്പോഴും എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്ക് ഞാൻ തിരഞ്ഞെടുക്കും. അതായത് എഗ് റോളാണ് ഞാൻ എടുത്തത്. അതിൽ കുറച്ച് ചട്നി ഒഴിച്ചിട്ടുണ്ട്. സഫമോൾക്കാണെങ്കിൽ എപ്പോഴും കട്ട്ലറ്റാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ ഒപ്പച്ചാണെങ്കിൽ ഒരു വടയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു എഗ് റോള് ഞാനിതാ കഴിച്ച് നോക്കട്ടെ. അതുപോലെ തന്നെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. ചായ എന്ന് വെച്ചാൽ നല്ല കുറച്ച് ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ മധുരം കുറവ് ചായ കേട്ടോ എനിക്ക് ഓർഡർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ തീരെ മധുരമില്ലാത്ത കുടിക്കും. എനിക്ക് കുറച്ച് മധുരം കുറവ് ചായയാണ്. ചായ ഒഴിവാക്കുക വെച്ചാൽ ഭയങ്കര ഒരു സങ്കടമുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മധുരം കുറവ് ചായയൊക്കെ കുടിച്ചു. സഫമോൾ കട്ട്ലറ്റ് തിന്നണേ ഉള്ളിട്ട്. അവൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തിന്നണവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ വീണ്ടും ഇതാ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു, ഉഷാറായി. ഇനി ഞങ്ങൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ. അപ്പോൾ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ സഫമോൾക്ക് ഒരു തൊപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് മങ്കിത്തൊപ്പി ഉണ്ടല്ലോ, ഇതതുപോലുള്ള മങ്കിത്തൊപ്പിയാണ് കേട്ടോ അവൾക്ക് വേണ്ടി എടുക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഒരു ലെഗിൻസും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതതുപോലെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ തണുപ്പടിക്കുമല്ലോ ചെവിക്കും, അതേപോലെ മുഖത്തൊക്കെ ഇങ്ങനെ കാറ്റ് പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നടുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ മാസ്ക് പോലെ ഇങ്ങനെ ഇട്ടാൽ സുഖമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റായിരിക്കും, നല്ല മഞ്ഞായിരിക്കും. പിന്നെ ഹെൽമെറ്റ് ഞാൻ ഇവിടുന്നൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഹെൽമെറ്റ് കുറച്ച് അപ്പുറത്തെത്തുമ്പോൾ നമുക്ക് വെക്കൽ നിർബന്ധമായിരിക്കും. അല്ല, ഹെൽമെറ്റ് പിന്നെ വെക്കണം എന്താ വെച്ചാൽ നമ്മളെ സേഫ്റ്റിക്കും വേണ്ടി തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഹെൽമെറ്റ് ഇങ്ങനെ വെച്ച് പോകുമ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നിയിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. പിന്നെ വെക്കുകയാണെങ്കിൽ എല്ലാവരും വെക്കണമല്ലോ. അപ്പോൾ സഫമോളെ ഞങ്ങൾ ഇടയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് പോകണം. അരീക്കോട് മുക്കം താമരശ്ശേരി കഴിഞ്ഞ് വയനാട് ചുരം കയറി വൈത്തിരി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണണ്ടില്ല ഒരു അടിപൊളി മനോഹരമായൊരു മല കേട്ടോ. ശരിക്കും ഉരുൾപൊട്ടലാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ മുണ്ടക്കയിലൊക്കെ ഇതുപോലുള്ള മലയിൽ നിന്നാണല്ലോ വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിച്ച് വന്നിട്ട് ഇതായത്. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ആ മലയൊക്കെ കടന്നുകൊണ്ടേ പോയിരിക്കണം. ഇപ്പോൾ നല്ല സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഗ്‌രിബ് കൊടുത്തു. അപ്പോൾ ഞങ്ങളൊരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടാ. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ എന്ന് വെച്ചാൽ എന്നാൽ പിന്നെ സമാധാനമല്ല, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സഫമോൾക്ക് ഉറക്കം വരൽ തുടങ്ങി കേട്ടോ. ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ രാത്രി ആയപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മസാല ദോശ കണ്ടു. മസാല ദോശ, നെയ്റോസ്റ്റ്, നെയ്പ്പത്തിൽ, പൂരി, വെള്ളപ്പം, പൊറോട്ട എന്നുള്ളത് കണ്ടുട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞുകൊണ്ട് പിന്നെ സമാധാനമായി. ഞങ്ങളിവിടെ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്നു. അപ്പോൾ നെയ്റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും നെയ്റോസ്റ്റിനാണ് എടുത്തത്. എൻ്റെ വലിയ മോളുണ്ടെങ്കിൽ ഓൾക്ക് മസാല ദോശയാണ് ഇഷ്ടം. പക്ഷേ ഷിഫൂന് ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഷിഫൂന് പുളിയുള്ളതൊന്നും ഇഷ്ടമില്ല.
മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ ചുഴന്ന് കാണാൻ എനിക്കൊരു പൂതിയാട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ കുറച്ച് ദൂരം നിന്നിട്ട് ഇത് എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്താ അവർ മസാല ദോശ അല്ലാത്ത നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 3 നെയ് റോസ്റ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബക്കറ്റിൽ മാവ് കലക്കി വെച്ചിട്ടാണ് എല്ലാവർക്കും വരുന്നവർക്ക് ഇങ്ങനെ അപ്പൊക്കപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണം. എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ ചൂടോട് കൂടി തിന്നുമ്പോൾ രസമാണുള്ളത്. ഇപ്പോൾ അത് കുറച്ചിങ്ങനെ മൊരിഞ്ഞ് വന്നു, കുറച്ചധികം ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് അവർ മിൽമ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നിങ്ങോട്ട് ഫ്രൈ ആയി ഇങ്ങനെ വരുമ്പോൾ വേറൊരു ചട്ടകം കൊണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വരുത്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു. അങ്ങനെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇദ്ദേഹം ഇനി അടുത്ത പരിപാടി ചെയ്യുന്നുണ്ടല്ലേ, ഓരോന്നിങ്ങ ഇപ്പോൾ നല്ല ചൂടുള്ള കല്ലുമ്മലാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി വന്നു. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ് റോസ്റ്റ് റെഡി. മറ്റേ മസാല ദോശ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ മസാലയൊക്കെ നിറച്ചിട്ടാണല്ലോ. അപ്പോൾ അതിൽ ചട്നിയും കാര്യങ്ങളൊക്കെ മറ്റേ ആൾ ബക്കറ്റ് കൊണ്ട് ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഇഷാ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് വയനാട് ചുരമൊക്കെ കയറി പോകണം. ഇത് നമ്മൾ അതിൻ്റെയൊക്കെ ഒരുപാട് മുമ്പുണ്ട്, താമരശ്ശേരി പോലും എത്തിയിട്ടില്ല. അപ്പോൾ സഫമോൾ ഉറങ്ങാന്ന് കണ്ടപ്പോൾ ഓൾക്ക് വേഗം അങ്ങനെ വാങ്ങിക്കൊടുത്തണം. എന്നാൽ പിന്നെ ഉറങ്ങിയാലും പ്രശ്നമില്ലല്ലോ, പിന്നെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ ഫുള്ള് കഴിക്കൊന്നുമില്ല. അങ്ങനെ 3 നെയ് റോസ്റ്റ് ഇതാ വാങ്ങിയിട്ടുണ്ട്. അതിലൊരു ഇതാ ഇവരിവിടെ വെച്ചപ്പോൾ തന്നെ അതിലൊരു നെയ് റോസ്റ്റിൻ്റെ പാത്രം ഞാൻ തന്നെ അത് എടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ. അതിൽ 2-3 ഐറ്റംസ് ചട്നിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്കുള്ള നെയ് റോസ്റ്റ് ഞാൻ കൊണ്ടുപോകണം. മറ്റേത് നമ്മുടെ ഹോട്ടൽക്കാരൻ തന്നെ ഇതാ നെയ് റോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടോട് കൂടിയുള്ള നെയ് റോസ്റ്റ് പറഞ്ഞു. എനിക്ക് പിന്നെ എപ്പോഴായാലും ഒരു ചായ കുടിക്കുന്ന ഇഷ്ടമാണ്. ഇപ്പോൾ അങ്ങനെ ഷുഗറൊക്കെ അതിൻ്റെ ശേഷം എനിക്ക് മധുരം തിന്നായിട്ടൊരു പൊറുതിയേടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാഫ് മധുരം കുറച്ച് ഉപയോഗിക്കണുള്ളൂ. എന്തൊക്കെ തന്നെ നെയ് റോസ്റ്റ് ഇതാ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കഴിക്കട്ടെ. ചില ആളുകൾക്ക് നെയ് റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഷിഫുവിന് നെയ് റോസ്റ്റ് വല്ലാതെ താല്പര്യമില്ല. സംഭവം നമ്മൾ ഇനി രാത്രി ഇനി ഫുഡൊന്നും കഴിക്കൂലല്ലോ, കാരണം വേഗം ഇനിയിപ്പോൾ സഫമോളൊക്കെ ഉറങ്ങും, പോയിട്ട് അവളെ കൊണ്ടുപോയി ഉറക്കിക്കെടുത്തല്ലേ. കാരണം ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കൂല. അവർ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ അപ്പോഴേക്കും സഫമോൾക്ക് തിന്നാൻ കഴിയൂലല്ലോ. അപ്പോൾ ഓൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. കണ്ടില്ലേ, ചെറിയ ചെറിയ പീസ് ഇങ്ങനെ എടുത്ത് തിന്നാൻ കേട്ടോ. ഞാൻ പിന്നെ ചട്നിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് തിന്നുന്നുണ്ട്. എനിക്ക് ഇഡ്ഡലി അതുപോലെ നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മക്കളെ രാത്രി അയക്കണം, ഞങ്ങൾ വീണ്ടും പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സഫമോൾക്കൊരു മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത് അതിങ്ങനെ തിന്നുകൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി ഇനി രാത്രി വയനാട് ചുരം വഴിയാണ് ഞങ്ങൾക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാതെ കണ്ട് 10 മണി ആകുമ്പോഴെങ്കിലും അവിടെ രാത്രി എത്തണം എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ഇതാ നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഞങ്ങൾ വയനാട് ചുരം കയറുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ബൈക്കായതുകൊണ്ട് തന്നെ വല്ലാതെ ബ്ലോക്കിലൊന്നും പെടൂല എന്നുള്ളൊരു സമാധാനമുണ്ട്. അല്ലെങ്കിലും എന്തെങ്കിലും ഇന്നാളിപ്പോൾ ഇടിച്ചിലൊക്കെ ഉണ്ടായപ്പോൾ എല്ലാ വണ്ടി നിർത്തിയതല്ല. പക്ഷെ രാത്രി ഇതുവരെ വയനാട് ചുരം വഴി ഞാൻ വല്ലാതൊന്നും പോയിട്ടില്ല, പോയിക്കണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഞാൻ നാടുകാണി ചുരം വഴി രാത്രി പോയിക്കുന്നുട്ടോ. പക്ഷെ ഇതിലൂടെ കുറച്ച് രാവിലെ തന്നെ പോയിട്ടുള്ളൂ, തിരിച്ച് വന്നിക്കണ രാത്രി. പക്ഷെ പോക്ക് വയനാട് കയറിൽ രാത്രി ഇത്ര ലേറ്റായിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടില്ല, വാഹനങ്ങളൊക്കെ ഇങ്ങനെ വരിയായി വന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയാലും വയനാട് ചുരത്തിൽ വാഹനത്തിൽ ഒരു കുറവുമില്ല കേട്ടോ. എപ്പോഴും ബസ്സായിട്ടും ലോറിയായിട്ടും അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഭാഗത്തു കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ബൈക്കിന് വരുമ്പോൾ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു പേടിയുണ്ട്. ഇപ്പം നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോകുന്നവർ കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കണേ. രാത്രിയല്ലേ അതും വയനാട്ടിലേക്കൊക്കെ ഇങ്ങനെ രാത്രി ബൈക്കുമ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ടാണ് പകൽ പോയിക്കണം. പകൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം ഉണ്ടെങ്കിൽ പിന്നെ കാറിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഓല് പിന്നെ രാവിലെ പോയി. നമ്മളിപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷമാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ആ കാണുന്ന ഒരു ലൈറ്റ് കാണുന്ന മുകളിൽ അത്രയും ഹൈറ്റിക്ക് നമുക്ക് എത്താനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മലയൊക്കെ ചുറ്റി കറങ്ങി കയറി പോയി മുകളിൽ നിന്ന് കാണുന്ന ലൈറ്റ് ഇതാ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താണ്ടിട്ടാ.
ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കാടിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഓരോ ജന്തുക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഇവിടെ റോഡുണ്ട് എങ്കിലും മറ്റേ ഭാഗത്തൊക്കെ നല്ല കാടാണല്ലോ. ആ കാട്ടിലുള്ള ജന്തുക്കളൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത മലമുകളിലേക്ക് കയറി. അതാ കണ്ടില്ലേ, ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള അങ്ങോട്ട് എത്തണം. അങ്ങോട്ട് എത്തിയതിന് ശേഷമുള്ള വയനാട് കണ്ട് എത്തുക. എന്തൊക്കെ തന്നെയല്ലേ ഞങ്ങൾ യാത്ര ഈ കൊടും കൂരിരുട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടയും പള്ളിയും എന്തൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ വലിയ വളവെത്തി ഇവിടെ സാധാരണയായിട്ട് കാടമുട്ട ഫ്രൈ ചെയ്തതും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കണ സ്ഥലമാണല്ലോ. സംഭവം രാത്രി നല്ല കച്ചവടം തന്നെ ഉണ്ട് അവിടെ ഉള്ളത്. ഒരുപാട് ആളുകൾ കൂടി അവിടെ ഇരുന്ന് കാടമുട്ട ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞും തുടങ്ങുന്നുണ്ട് കേട്ടോ. മഞ്ഞ് കുറേശ്ശെയൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. മുകളിലേക്കാണ് കൂടുതലായിട്ട് മഞ്ഞെന്ന് തോന്നും. എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഇതാ ഏകദേശം ഒരു പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കയറി കിട്ടിയ കഴിച്ചിലായി. അപ്പോൾ രാത്രിയും ഇതാ KSRTC ബസ്സും ഒക്കെ എപ്പോഴും ഇവിടെ ഒരു ലിമിറ്റില്ലല്ലോ. എപ്പോഴും വാഹനങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് എത്ര നട്ടപ്പാതിരക്കായാലും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വയനാടിട്ട് ബന്ധിപ്പിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. അന്നിപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുപാട് കുറ്റ്യാടി ചുരം വഴിയും നാടുകാണി ചുരം വഴിയൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ വിട്ടത്. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഞങ്ങൾ വയനാട് ചുരം കഴിഞ്ഞ് കൽപ്പറ്റയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അങ്ങനെതാ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. ഇവിടെ ഒന്നും അത്ര മഴയൊന്നും പെയ്തിട്ടില്ല. ചെറുതായിട്ടൊക്കെ പെയ്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ വയനാട്ടിലെത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൂട്ടിലായിക്കുന്ന് എന്നൊക്കെ പറയണേ. ഇവിടെയാണ് നമ്മുടെ വീട്, എൻ്റെ ഉമ്മയുടെ വീട് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ സഫമോളൊക്കെ തണുത്ത് ഇതൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ അത് ഉപ്പ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും രാവിലെ ഇഷ്ടംപോലെ നടക്കാനുള്ള നല്ലൊരു സ്പേസ് കൂടിയാണ് കേട്ടോ ഇവിടെ. നല്ല ഇഷ്ടംപോലെ നടക്കാം നമുക്ക്. അത്രയ്ക്ക് നീണ്ട ഒഴിഞ്ഞ് കിടക്കുന്ന റോഡാണുള്ളത്. അപ്പോൾ രാവിലെ എന്തായാലും നടക്കൽ എക്സസൈസൊക്കെ സാധാരണ ചെയ്യുന്ന ആളുകളാവുമ്പോൾ അവർക്കൊക്കെ നല്ല ഇവിടെ വന്നു വിചാരിച്ചു കണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. ഇഷ്ടംപോലെ നടക്കാൻ നല്ല സ്പേസാണ് കേട്ടോ ഉള്ളത്. ഉപ്പയും നടക്കുന്നുണ്ട്. ഉപ്പാക്കും രാവിലെ അത്യാവശ്യം നടക്കാനുള്ളതാണ്. അപ്പോൾ മരുമകനും അമ്മോഷൻ കാക്കയൊക്കെ നല്ല മത്സരിച്ച് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സഫമോളും ഉപ്പയതാ നടന്നുകൊണ്ട് വരുന്നു. സഫമോളിപ്പോൾ ആ ഒരു കണ്ണടയൊക്കെ വെച്ച് സ്റ്റൈലാക്കിയിട്ട് നടക്കണത്. അവൾ തണുപ്പ് കാരണം തന്നെ ആ തൊപ്പി ഇട്ടിക്കണ് നല്ല ഫുൾ കൈയും ഒക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലെത്തിയ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇനി വയനാട്ടിലത്തെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ് കേട്ടോ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ സഫമോളൊക്കെ ഓരോ ബേക്കറി ഐറ്റംസ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുരങ്ങന്മാർക്ക് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. വെല്ലിപ്പയും കുട്ടി നല്ല ജോഗിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നടത്തം കഴിഞ്ഞ് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓടും നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത്രക്കും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ വല്യമ്മാൻ്റെ സ്ഥലത്ത് ഒരുപാട് കരിങ്കൽ പാറകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരിങ്കൽ പാറകൾ പൊട്ടിക്കാനുള്ളൊരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സഫമോൾക്കൊക്കെ കയറണം എന്ന് പറഞ്ഞപ്പോൾ ഓളപ്പച്ചി എന്നതാ സഫമോൾ അങ്ങോട്ട് കയറ്റിക്കുന്നു കേട്ടോ. അപ്പോൾ ഓള് നല്ല ഡ്രൈവിങ് കയറിയപ്പോൾ തന്നെ തുടങ്ങിക്കണ്. ഇപ്പച്ചിന് ഞാൻ ഒറ്റക്ക് ചെയ്തോളാം എന്നിട്ട് ഓൾ ഇപ്പച്ചിനൊക്കെ ഇറക്കി വിട്ടതാ. ഓളന്നെ ഇതാ കണ്ടില്ലേ. ഓ നല്ല കുലുക്കുണ്ട് കൊണ്ട് വണ്ടിക്ക് നല്ല രീതിയിൽ കുലുങ്ങി ഓടിക്കുന്നുണ്ട് കേട്ടോ വണ്ടി. അങ്ങനെ ഇതിവിടെ കുറേ കുരങ്ങ് കുട്ടികളുണ്ട് കേട്ടോ കണ്ടില്ലേ. ചെറുതും വലുതൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞി കുരങ്ങുണ്ട്, വലിയ കുരങ്ങൊക്കെ ഉണ്ട്. നല്ല കളിയുണ്ട്. ഒരു സമയം രാവിലെ നല്ലോണം ഉണ്ടാവും ഈ കുരങ്ങന്മാർ. ആ ഒരു ഇല്ലിക്കൂട്ടത്തുമ്മലൊക്കെ കുറേ ഉണ്ടാവും. കണ്ടില്ലേ, പല പല ഐറ്റംസ് സർക്കസും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വല്യമ്മാൻ്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് എവിടുന്ന് താഴെ നിന്നൊക്കെ നമുക്ക് കാണാനും കഴിയും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ഈ ഒരു കൽപ്പറ്റൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ കുരങ്ങന്മാർക്ക് ഇതാ ചിപ്സൊക്കെ ഇട്ടെടുത്തപ്പോൾ കണ്ടില്ല എന്തോ ഒരു ഉഷാറോട് കൂടിയാണ് ഓല് തിന്നണമെന്ന്. ഓൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. പിന്നെ അതുമല്ലേ ഇവർ ഇവിടെ എത്തുമ്പോൾ
നമ്മൾ പുറത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊണ്ടുപോകും കേട്ടോ. ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിൽ വേഗം എടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു തന്തക്കുരങ്ങ് എന്താ വന്നിക്കണേ, അത് കുറച്ച് ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിന്, അതിങ്ങനെ തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വല്ലാതെ അടുത്തേക്ക് വരുന്നില്ല. ചിപ്സ് പെറുക്കണമുണ്ട്, നമ്മളെ മുഖത്തേക്ക് നോക്കണമുണ്ട് കേട്ടോ. കണ്ടില്ല, ഓരോന്ന് പെറുക്കുമ്പോൾ വേഗം വേഗം വായിക്ക് വെക്കണേ. എന്നിട്ട് അത് സേവ് ചെയ്ത് ഒന്നായിട്ട് തൊള്ളിയിൽ വെച്ചുകാണ്ട് പോകാനുള്ള പരിപാടി കേട്ടോ. നല്ല പേടിയുണ്ട്, പക്ഷെ എന്നാലും ഫുള്ള് ഫുഡും എടുക്കും വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിൻ്റെ കാട്ടിക്കൂട്ടൽ. കണ്ടില്ലേ, അങ്ങനെ അത് ഒരുപാട് വായൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് കുരങ്ങൻ പോയി. ഹലോ, അപ്പോൾ ഇതാ കുരങ്ങന്മാർക്ക് ചിപ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുരങ്ങന്മാർ അവിടെയാണെന്ന് തോന്നുന്നത്, അതവിടെ ഉണ്ട്, ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ. വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം. എന്നെ കണ്ടപ്പോൾ മാറി, ഞാൻ മാറി നിൽക്കാം. ആ മരത്തുമ്മ എത്ര എണ്ണല്ലേ. ചെറിയ കുഞ്ഞു കുരങ്ങുണ്ട്. ഇവിടെ എപ്പോൾ കഴിക്കൽ തുടങ്ങി നോക്കി. ചിപ്സ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ തീറ്റ. അങ്ങനെ കുറേ കുരങ്ങന്മാർ ഇവരിങ്ങനെ വന്നുകൊണ്ട് കൂട്ടക്കൂട്ടായിട്ട് ആ മരത്തുമ്മലുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങോട്ട് ചാടി പിടിക്കാനും നല്ല കേമന്മാരാണ്. അപ്പോൾ ഇതിൽ വലിയൊരു തന്തക്കുരങ്ങുണ്ട്. ഇപ്പോൾ അതാ കുറച്ച് ചിപ്സൊക്കെ ഇട്ട് കൊടുത്ത് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടത്. അപ്പോൾ അറ്റങ്ങൾ ഇതാ വരുന്നുണ്ടില്ല. ഇത് വലിയൊരു തന്തക്കുരങ്ങാണ്. മറ്റുള്ളവരൊന്നും വല്ലാതെ ഈ ഭാഗത്ത് കൊണ്ട് എത്തുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഇതിങ്ങനെ എടുത്ത് കൊണ്ടേ കൊടുക്കണമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, കുട്ടികളൊക്കെ അവിടെ ബാക്കിൽ ചെറിയ ചെറിയ കുട്ടികളിട്ടാ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വെല്ലിമ്മാനായിട്ട് കൽപ്പറ്റ ടൗണിലേക്ക് പോകുന്നുണ്ട്. അതുണ്ട് എൻ്റെ വെല്ലിമ്മ, ഇതുമ്മ, ഇത് ഞാൻ. അപ്പോൾ ഞങ്ങൾ വെല്ലിമ്മക്കൊരു കമ്മൽ മാറ്റാണ്ടിട്ട്, വെല്ലിമ്മാൻ്റെ കമ്മൽ ജിമിക്കാണ്. അപ്പോൾ ആ ജിമിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അതായത് ഞങ്ങൾ ഉമ്മച്ചിക്ക് ഇഷ്ടം പാറ്റക്കമ്മൽ എന്നൊരു കമ്മലുണ്ട് കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന പാറ്റക്കമ്മൽ, ആ ഒരു പാറ്റക്കമ്മലിനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകുന്ന. സംഭവം കിട്ടുമോ എന്തോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ജ്വല്ലറിയിൽ എത്തിയിട്ടോ. അപ്പോൾ അതവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാറ്റക്കമ്മൽ പറയുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടൈപ്സ് ഉള്ള കമ്മലാണ് കേട്ടോ. ഇത് ഏകദേശം 1 പവനുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ജിംക്കിൻ്റെ മോഡലുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല, അത് പാറ്റക്കമ്മൽ അങ്ങനത്തെ ഒരു ഉമ്മച്ചിക്ക് ഇഷ്ടം ഇങ്ങനത്തെ കമ്മലാണ്. അതിന് 1 പവനാണ് കേട്ടോ. ഏകദേശം ഇന്നത്തെ റേറ്റ് 82 ആണല്ലോ. ആ സമയത്താണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ ഈ ഐറ്റംസ് ചെറിയ കമ്മലൊന്നും ഉമ്മച്ചിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ വല്യമ്മാനെ വിളിക്കൽ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഉമ്മച്ചി തന്നെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ടൈപ്സിലുള്ള ചെറിയ കമ്മലൊന്നല്ല, വലിയ സ്റ്റെഡും ഇതുപോലുള്ള പാറ്റക്കമ്മൽ അങ്ങനത്തെ കേട്ടോ വല്യമ്മക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെ കുറേ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ കണ്ട്. വല്യമ്മാൻ്റെ ജിമിക്കാണ് കേട്ടത്. ഇത് തൂക്കി ഇത് കൊടുത്തിട്ടാണ് വേറൊരു കമ്മൽ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വല്യമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ഇത് നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഇട്ടോ. നല്ല രസമായിരിക്കും ഇതിങ്ങനെ കെട്ടിയാൽ. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയത് പഴയ ആ മോഡൽ ഇട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ മാണിക്യം ഗോൾഡ് ഡയമണ്ട്സിലാണ് നമ്മൾ കയറിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഉപ്പ എൻ്റെ അമ്മോനുണ്ട്. ഇതിൻ്റെ 3ാമത്തെ അമ്മോനാണ്. എനിക്ക് ടോട്ടൽ 4 അമ്മോന്മാരാണുള്ളത്. അതിലെൻ്റെ 1ാമത്തെ വലിയ മോന് മരിച്ചിട്ടുണ്ടോ. ഭാര്യ മക്കളൊന്നുമില്ല. ആ ഒരു അവസരത്തിൽ എൻ്റെ വലിയ മോന് അങ്ങനെ മരണപ്പെട്ടതാണ്. അധികം പ്രായമായി മരണപ്പെട്ടതൊന്നല്ല കേട്ടോ. ഇത് 3ാമത്താണ്. 2ാമത്തെ ഗൾഫിൽ. നാളെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഗൾഫിലാണ് 2ാമത്തെ അമ്മോൻ. ഇത് 3ാമത്തതാണ്. പിന്നെ ചെറിയൊരു അമ്മോനും കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി വൈകുന്നേരം, പിറ്റേന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് പോരുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. വല്യമ്മക്കും ഭയങ്കര സങ്കടമാണ്. കാരണം ഞാനാണ് മൂത്ത പേരക്കുട്ടി വല്യമ്മാൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ പോരുക എന്ന് പറയുമ്പോൾ നല്ല ടെൻഷനാണ് കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമില്ലേനോ, വന്ന് പോകുമ്പോഴാണ് ഭയങ്കര സങ്കടം എന്നിങ്ങനെ പറയും. അപ്പോൾ എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേന് നമുക്ക് നാട്ടിലേക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുന്നത് ഏകദേശം ഒരു 4-4:30 മണിക്കാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഭാഗ്യത്തിന് ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, കോട്ടൊക്കെ ഇട്ട് യാത്ര ചെയ്യാറുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയൊന്നും ഇവിടേക്ക് പെയ്തിട്ടൊന്നുമില്ല. അവിടെ എത്തോളം മഴയില്ല, ഞാൻ കഴിച്ചിലായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരം വീണ്ടും ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ബൈപ്പാസ് വഴി വരുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. തേയിലത്തോട്ടങ്ങളും KSRTC ബസ്സും ഒക്കെ നമ്മുടെ പിന്നിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്.
പിന്നെ ഈ ഭാഗത്ത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകുന്നിടത്ത് അന്ന് മുണ്ടക്കൈ ദുരന്തം നടന്നില്ലേ, ആ ഒരു ദുരന്തം നടന്ന ആ ഒരു സ്ഥലത്ത് ഉള്ള ഒരുപാട് ആളുകൾ വീട് നഷ്ടപ്പെട്ടവർ ബാക്കിയായവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് നമ്മൾ ഈ ഭാഗത്ത് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് അതിൻ്റെ താക്കോൽദാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പോരുന്ന ബൈക്കിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ വീടായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട്. പാവങ്ങളെ ഒരുപാട് ആളുകളെ വീടുകൾ അവിടെ നഷ്ടപ്പെട്ടവർക്കുള്ള വീട് ഈ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. സഫമോൾക്ക് ഇപ്പം തന്നെ ഉറങ്ങാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഓളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണുണ്ടില്ലേ, കണ്ണൊക്കെ തിരുമ്പി ഉറങ്ങാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാലൊരു പക്ഷേ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ബൈക്കുമ്പോൾ നമുക്ക് കാറാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഓള് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തൊരു ബിസ്ക്കറ്റ് ഇങ്ങനെ തിന്നുകൊണ്ട് ഓള് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഉറങ്ങാനുള്ള ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരം വീണ്ടും ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വയനാട്ടിലൊന്നും ഈ രീതിയിലുള്ള വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളും റിസോർട്ടൊക്കെ ഇഷ്ടം പോലെയാണല്ലോ. അപ്പോൾ KSRTC ബസ്സൊക്കെ ഒഴിഞ്ഞങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ കയറിയാൽ നേരെ മഞ്ചേരിക്ക് എത്തുന്നത് കോഴിക്കോട്ടേക്കുള്ളതാണ്. വലിയ ലോറിയൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ലോറി ഒന്നായിട്ട് ഒരു കാറിൻ്റെ മേൽക്കൊക്കെ മറിഞ്ഞിട്ട് കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കണല്ലോ. അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. വണ്ടിയിൽ നല്ല മഞ്ഞെന്ന് വെച്ചാൽ നല്ല കോടമഞ്ഞാണ്. വയനാട് ചുരത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ കണ്ണ് കാണാത്ത രീതിയിലുള്ള, അധികം ടൈം ആയിട്ടൊന്നുമല്ല, പക്ഷേ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ സഫമോൾക്ക് ഇതാ നല്ല മാസ്ക് കുളപ്പിച്ച് ശരിക്കിടാൻ പറഞ്ഞപ്പോൾ മഞ്ഞുണ്ടില്ല, നല്ല മഞ്ഞാട്ടോ, ശക്തമായ മഞ്ഞാണ്. മഞ്ഞിലൂടെ അങ്ങനെ യാത്ര ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയത്തൊക്കെ അപകടം, നമുക്ക് വണ്ടി പോലും മുൻപിലുള്ള വാഹനങ്ങൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ലൈറ്റ് ഇട്ടിട്ട് പോലും കാണുന്നില്ല കേട്ടോ. കണ്ടില്ല, ആകാശത്തൊക്കെ നല്ല മഞ്ഞിങ്ങോട്ട് ഇറങ്ങി നിൽക്കണം. ഇവിടെ ഏത് സമയത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നല്ല മഞ്ഞായിരിക്കും. അപ്പോൾ നല്ല ശക്തമായ കോടയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ. ബൈക്കിലാണ് യാത്ര. ഞങ്ങൾക്കിനി മണിക്കൂറുകളോളം യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരത്തിലേക്ക് പ്രവേശിച്ചു. കണ്ടില്ല വയനാടിൻ്റെ ആ ബോർഡൊക്കെ, വെൽക്കം ടു വയനാട് എന്നുള്ള. അങ്ങനെ ഞങ്ങളിതാ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഞ്ഞ് കൊണ്ടായിരിക്കും ആകപ്പാടൊരു നനവുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആകപ്പാടെ ചുരം ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിഞ്ഞാടിയ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ പറ്റുന്നുണ്ടെന്ന് കാണിച്ചു തരാം. കാരണം എല്ലായിടത്തും പോലീസുമാരാണ്. പിന്നെ ഒരുപാട് കുരങ്ങന്മാർ ഇതാ വരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പോലീസുമാർ, എന്താണെന്നറിയില്ല, ഒരുപാട് ഇങ്ങനെ കാണില്ല. പോലീസുമാരിങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു തട്ടിലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോകണം. അപ്പുറത്തേക്കുള്ള ഭാഗങ്ങളൊന്നും കാണുന്നില്ല, കാരണം മഞ്ഞോണ്ട് തീരെ കാണില്ല. അങ്ങനത്തെ കുരങ്ങന്മാരിങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഇവിടെ കേട്ടോ ഇടിഞ്ഞ സ്ഥലം, ഒരുപാട് ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞ് വീണത്. പിന്നെ ഗതാഗതമൊക്കെ നിലച്ചിരുന്നല്ലോ, അത് ആ ഭാഗമാണ് കേട്ടോ. അത് ഈ വലിയ പാർക്കട്ടൊക്കെ റബ്ബേ നമ്മളെ മേത്തുകൊക്കെ വീണ ബാക്കി ഉണ്ടാവില്ല. എന്തായാലും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ കാണാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പോലീസൊന്നും തടഞ്ഞിട്ടൊന്നുമില്ല. ചില ഭാഗത്ത് നോ പാർക്കിംഗ് എന്ന് വരുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് നിർത്താൻ പറ്റില്ല. നിർത്തിയാൽ തന്നെ പോലീസ് അവിടെ നിന്ന് ആട്ടിവിടും, ഫൈൻ അടക്കും. അങ്ങനെ ഒരു ദിവസം നമ്മൾ കാറിൽ പോകുമ്പോൾ അങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഫൈന് വന്നിരുന്നു കേട്ടോ. അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ. പക്ഷേ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വ്യൂ പോയിന്റിൽ എല്ലാവരും നിന്ന് കാഴ്ചകൾ കണ്ട്, എന്താ കാണാൻ, ഫുള്ള് മഞ്ഞ് തന്നെയാണ്. ഈ മഞ്ഞ് കണ്ടിട്ട് എന്ത് കിട്ടാനാ അറിയില്ല. എന്നാലും മഞ്ഞിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അധികം ഇരുട്ടായിട്ടല്ല, എല്ലാ വണ്ടികളും ലൈറ്റ് ഇട്ട് പോകുന്ന, മറ്റൊന്നും കൊണ്ടുമല്ല, മഞ്ഞ് കൊണ്ട് അടുത്തുള്ള വാഹനത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരും സിഗ്നലും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം നല്ല ശക്തമായ മഞ്ഞായതുകൊണ്ട്. ചുരം തുടങ്ങിയപ്പോൾ തന്നെ സഫമോൾക്ക് ചായ കുടിക്കണം എന്നൊരു പൂതി ഇട്ടോ. അപ്പോൾ എന്തായാലും ചുരം ഇറങ്ങിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നിർത്താം. പിന്നെ കുറച്ച് ആ വളവിൽ നമുക്ക് നിർത്താനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുടിക്കട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിക്കാണ്ട് അവിടെ നിർത്തണം എന്നൊക്കെ വിചാരിച്ച് പോയ സമയത്ത് തന്നെ നമ്മുടെ സഫമോള് ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. നല്ല സങ്കടമായി. ചായ ചോദിച്ചും ചെയ്തു, പിന്നെ ആണെങ്കിൽ ചായ കൊടുക്കാനും പറ്റിയില്ല.
ഇവിടെ കണ്ടില്ലേ, പ്രത്യേകിച്ച് വളവിൽ ഒരുപാട് പോലീസുമാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ എന്താണെന്നറിയാം, നല്ല സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കുറേ പോലീസുമാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വയനാട് ചുരം ഏകദേശം ഇത് കഴിഞ്ഞ് തുടങ്ങിട്ടോ. ഇതുവരെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് തന്നെ കോട്ടൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നമ്മുടെ സഫമോൾ നല്ല ഉറങ്ങിട്ടോ. ചായ ചോദിച്ച് അവൾ ഉറങ്ങിയപ്പോൾ നല്ല സങ്കടം. ഞങ്ങൾ വഴിയിൽ നിർത്തുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിർത്തുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഓളായിട്ടാണ് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരവും ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിവാരത്ത് എത്തിയിട്ടോ. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടില്ല അടിവാരത്ത് എത്തിയപ്പോഴൊന്നും, കാരണം പള്ളി കാണണ്ടല്ലോ. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ച് പോയത് കേട്ടോ, ഈ ഒരു പള്ളിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ അടിവാരത്ത് എത്തിയപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ അസ്ർ നിസ്കരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നതും. എന്നാൽ അതിനിടയ്ക്ക് ഒരു കാര്യം നടന്നിട്ട്, നമ്മളെ സഫമോളെ ചെരുപ്പ് പോയിക്കുക കേട്ടോ. ഒരു ചെരുപ്പ്, നല്ല പുതിയ ചെരുപ്പായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് എവിടെയോ ചുരത്തിലെവിടെ പോയതാണ്. എന്തൊക്കെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയപ്പോൾ നമുക്ക് ചെരുപ്പ് പിന്നെ വാങ്ങാൻ പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അധികം ഒന്നും ഇട്ടിട്ടില്ല, നല്ല സോഫ്റ്റ് നല്ല ചെരുപ്പ് വരുന്നു കേട്ടോ. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഇറങ്ങി. ഇപ്പോൾ എല്ലായിടത്തും മുസല്ലി നിസ്കാര കുപ്പായൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നല്ല സുഖമാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിസ്കാരമൊക്കെ ഇവിടുന്ന് കഴിഞ്ഞ് റാഹത്തായി പോകുമ്പോൾ നല്ലൊരു സമാധാനമാണ്. അപ്പോൾ സഫമോൾ ഉണ്ടില്ലേ, കുറച്ചിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് കേട്ടോ. ഓളെ കാൽമൊക്കെ നല്ലൊരു ചെരുപ്പ് ഇനി ഉളപ്പിച്ച് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഏതായാലും ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സഫമോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഒരു കട്ട്ലറ്റാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ കാടമുട്ട മതി എന്ന് പറഞ്ഞപ്പോൾ കാടമുട്ട വാങ്ങിയതാണ്, തിന്നുന്നില്ല. കട്ട്ലറ്റാണ് കേട്ടോ അവൾക്ക് എവിടെ പോലും ഇഷ്ടം. അപ്പോൾ വഴിയിൽ നിന്നൊരു ചായക്കട കണ്ടപ്പോൾ ഓൾക്ക് ഇതാ ഒരു കട്ട്ലറ്റും കുറച്ച് കാടമുട്ടയും വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കയ്യിൽ കൊടുത്തു. ഓളോട് തിന്നാൻ പറഞ്ഞോളൂ. നേരത്തെ ചായക്ക് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലേന്, പിന്നെ ഉറങ്ങിപ്പോയല്ലോ. അപ്പോൾ സമയം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 9 മണി ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം എന്നാണ്. ഏകദേശം നമ്മളിതിവിടെ അരീക്കോട് താമരശ്ശേരിയൊക്കെ കഴിഞ്ഞു കേട്ടോ. താമരശ്ശേരി ഓമശ്ശേരിയൊക്കെ ഉള്ള, ഇനി നമുക്ക് അരീക്കോട് മഞ്ചേരി അങ്ങനെയായിട്ട് പോകാനുള്ളത്. അങ്ങനെ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ, അപ്പോൾ സഫമോൾ എടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ. അതായത് ചെരുപ്പില്ലല്ലോ, അതുകൊണ്ട് ഉളപ്പിച്ച് എടുത്ത് തന്നെ അവളെ കൊണ്ടുപോകണത്. അപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. തട്ടുകടയിൽ എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസിലുള്ള സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ചിക്കൻ്റെ പീസ്, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, ചപ്പാത്തി, പൊറോട്ട, ബീഫ്, അതുപോലെ ചിക്കൻ കറി, ഇതുപോലെയുള്ള ചിക്കൻ്റെ പീസ് ഇതുപോലെ അവർ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പീസ് എടുക്കട്ടോ. ഒരു പീസ് എത്ര അൺലിമിറ്റഡ് റൈസും കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ്, എനിക്കൊരു പീസ് എടുത്തു. സഫമോൾ ഒന്നും എടുത്തോളൂ, തിന്നൊന്നുമില്ല, എന്നാലും ഒരു ഇതിനങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സഫമോൾ എപ്പോഴേക്ക് പിന്നെ ഈ ചിക്കൻ്റെ വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. അത് ചപ്പാത്തിയും ബോട്ടിയാണ് കഴിക്കാൻ നിൽക്കുന്നത്. ഞാൻ പിന്നെ എനിക്ക് മന്തി റൈസ് മതി പറഞ്ഞപ്പോൾ ഞാൻ മന്തി റൈസും ഒരു പീസും എടുത്തു. പിന്നെ രാത്രി നമുക്ക് അധികം കഴിക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും നല്ല സോഫ്റ്റ് മന്തി റൈസാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്. അപ്പോൾ ഞാൻ ഒരു പപ്പടം ഉണ്ടായില്ല, പിന്നെ അതേപോലെ മയോണൈസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ട് കേട്ടോ. അപ്പോൾ മന്തി റൈസ് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ അൽഫാം ചിക്കൻ എന്നല്ല, അത് എല്ലാത്തിനും ബിരിയാണിക്കും നെയ്ച്ചോറിനും എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു പീസാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ബീഫിൻ്റെ ബോട്ടി ഫ്രൈ ആണ് കേട്ടോ ഇവർ ഹസ്ബൻഡ് എടുത്തത്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള കട്ടൻ ചായ എന്ന് വെച്ചാൽ അത് അരീക്കോട് നിന്ന് ഞങ്ങളൊരു കടയിൽ കയറിയപ്പോഴും അങ്ങനെ തന്നെ നല്ല ചൂടുള്ള, അതിൻ്റെ കൂടെ കട്ടൻ ചായ അൺലിമിറ്റഡ് ആയിട്ടുള്ള അത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇതാ ഒരു പള്ളി ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തത് ഞങ്ങൾ സഫമോൾക്കൊരു ചെരുപ്പ് വാങ്ങണമല്ലോ, വഴിയിൽ വെച്ച് പോയതാണല്ലോ. അപ്പോൾ ഒരു ചെരുപ്പ് എടുക്കാൻ വിചാരിച്ച് കണ്ട് പോവുകയാണ്. അപ്പോൾ സഫമോൾ എപ്രാവശ്യം ഓളപ്പച്ചി അതാ എടുത്തന്നെ കൊണ്ടുപോയത്. പിന്നെ നല്ല ടൈൽസ് ഇട്ട സ്ഥലത്ത് എടുത്ത് കൊണ്ടുപോകണുണ്ടല്ലേ. അങ്ങനെ ഞാൻ ചെരുപ്പിട്ട് നടന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓല് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ സഫമോൾക്ക് ഇതേ ചെരുപ്പ് നോക്കണം. അപ്പോൾ നനക്കാൻ പറ്റുന്ന ചെരുപ്പ് വേണം. സ്കൂൾക്ക് മദ്രസൊക്കെ ഇടുന്ന ചെരുപ്പ് തന്നെ ഉണ്ട് പോയത്. ഷൂ ഒന്നല്ല, ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ചെരുപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു തോണയാണ് പോയത്. അപ്പോൾ എന്തൊക്കെ തന്നെ 2-3-4 ഐറ്റംസ് ഇതങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ പിന്നെ നല്ലൊരു അടിപൊളി ബ്ലാക്ക് കാണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് നോക്കണ്ടുള്ളൂ. വള്ളിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ബൈക്കുമലൊക്കെ പോകുമ്പോൾ ഉറങ്ങിപ്പോയാലും ഊരിച്ചാടി പോവരുത് എന്നുള്ള നിലക്കുണ്ട്. അപ്പോൾ ഇതാണ് എടുത്തത്, കണ്ടില്ലേ നല്ല രസമല്ലേ. ഏതാ രസത്തിലെ ബ്ലാക്കാണോ? അങ്ങനെ ബ്ലാക്ക് ചെരുപ്പ് എടുത്തു.
വേറെ നല്ല വെറൈറ്റി ഐറ്റംസിലുള്ള ചെരുപ്പുകളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ സംഭവം രണ്ടും ഇട്ട് നോക്കിയിട്ട് ഇനി ഇട്ട് പോവുകയാണ്, അല്ലാതെ ഞാൻ ഊരി വെക്കണമൊന്നുമില്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും ഓൾക്ക് നല്ലൊരു ചെരുപ്പൊക്കെ എടുത്ത് ഇതാണ് കേട്ടോ എടുത്തത്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ സഫുമോൾക്ക് ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങളിതാ വീണ്ടും ഇറങ്ങി. കണ്ടില്ല മനോഹരമായി അലങ്കരിച്ച പള്ളിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മഞ്ചേരിയിലേക്ക് തിരിച്ച് പോകട്ടോ. സഫുമോൾക്ക് ആ തൊപ്പിയൊക്കെ ഒന്നും കൂടി ഉളപ്പിച്ചിട്ട് കൊടുക്കണേ, തണുത്ത കാറ്റൊക്കെ വീശണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇൻഷാ അല്ലാ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.